ആയുസ്സില്ലാത്ത ലോകത്ത് മനുഷ്യൻ പരസ്പരം പോരടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. ഈ ദൃശ്യത്തിൽ കാണുന്നത് ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തെയോ തകർക്കാൻ വേണ്ടി ചെയ്തു വെച്ച പണിയുടെ ദൃശ്യങ്ങളാണ്. എങ്ങോട്ടാണ് മനുഷ്യൻ്റെ പോക്ക്? എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ തകർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? ഓർക്കുക, ആയുസ്സില്ലാത്ത ലോകത്ത് നമ്മൾ ചെയ്യുന്ന നന്മകൾക്കാണ് പ്രാമുഖ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു ഓരോ മനുഷ്യർക്കും പല കഴിവുകളും പല ശേഷികളും നൽകിയിട്ടുണ്ടാവും. അതിൽ നമ്മൾ അസൂയപ്പെടാതെ നമ്മളൊരിക്കലും അവരുടെ തകർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കരുത്. കാരണം അതിൻ്റെ ശാപം അള്ളാഹുവിൽ നിന്ന് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഭൂമിയിൽ പല പ്രശ്നങ്ങൾക്കും അള്ളാഹു പൊരുത്തപ്പെട്ടു തരുമെങ്കിലും ഈ ഷിഹ്ർ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് അള്ളാഹു യാതൊരു കാരുണ്യവും നൽകില്ല എന്നുള്ളത് ഉറക്കെ പറഞ്ഞതാണ്. ആ വിശ്വാസത്തിലെങ്കിലും നമ്മൾ മുന്നോട്ട് പോകുക. കാരണം ഈ ലോകം വളരെ കുറച്ചു കാലം മാത്രമേ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നിന്നുള്ള മരണശേഷമുള്ള ജീവിതമാണ് നീണ്ട ജീവിതം. ആ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കണമെങ്കിൽ നമ്മളിവിടെ നന്മയിലൂടെ ജീവിക്കുക. മറ്റുള്ളവരുടെ പരാജയത്തിന് വേണ്ടി കാത്തിരിക്കാതെ, മറ്റുള്ളവരുടെ തകർച്ചയ്ക്ക് വേണ്ടി കാതോർക്കാതെ ഒരിക്കലും നമ്മൾ ആ ചിന്തകൾ മനസ്സിൽ നിന്ന് വെടിഞ്ഞുകൊണ്ട് നന്മകൾ മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അള്ളാഹുവിൻ്റെ കരുണയും കാരുണ്യവും നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം ഇതുപോലെയുള്ള ക്രൂരമായ പ്രവർത്തികൾ ചെയ്യിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതുപോലെയുള്ള ക്രൂര സ്വഭാവങ്ങൾ കാണിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. ഒരുപക്ഷെ അധികവും സ്വന്തം കുടുംബത്തിലുള്ളവർ തകർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അധിക പേരും. അങ്ങനെയുള്ളവരെയും നമ്മൾ തിരിച്ചറിയുക. അള്ളാഹുവിൻ്റെ കരുണയ്ക്കും കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. അതായിരിക്കട്ടെ മുന്നോട്ടുള്ള ജീവിതമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള ക്രൂര പ്രവർത്തികൾ ആരും ചെയ്യരുത്.